ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോണത് നമ്മുടെ ഷോർട്സിലൂടെയും റീൽസിലൂടെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൽദിയുടെ ഒക്കെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ പോണത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഹൽദി ഫംഗ്ഷൻ തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ തുടങ്ങി. ഒരു ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു എല്ലാവരും ചെയ്തിരുന്നത്. അപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റേതായിട്ടുള്ള കുറേ കുസൃതി ചോദ്യങ്ങളും കുറേ ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് നമ്മുടെ കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു. കണ്ണന് ഡാൻസ് ഒന്നും അറിയില്ല എന്ന് നമുക്ക് ഈ ഡാൻസ് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ എന്നാലും അവൻ കളിച്ചു. ആ ധൈര്യത്തിന് അവനെ സമ്മതിക്കണം കേട്ടോ. അവൻ്റെ ഡാൻസ് ഉണ്ടോ. പിന്നെ മീനാക്ഷിയും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി തട്ടിക്കൂട്ടാറുള്ളതാണ്. പക്ഷേ ഇത്തവണ അത് സാധിച്ചില്ല. പിള്ളേരൊക്കെ നന്നായി ആർമാദിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ പറവട്ടാണിക്ക് അടുത്തുള്ള അഞ്ചനം എന്ന് പറഞ്ഞ ഒരു 4 കെട്ട് ഒരു പഴയ ഒരു തറവാട് മോഡൽ വീട്ടിലായിരുന്നു കേട്ടോ. ഇത് ഹൽദി ഫംഗ്ഷനൊക്കെ പറ്റിയ സ്ഥലമാണ്. 4 കെട്ടിൽ നമ്മുടെ എന്താ പറയുക, നല്ല ഉരുളി എന്നല്ലേ പറയുക, അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ടുള്ളത് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ടൈപ്പ് ഹൽദി ഫംഗ്ഷൻ കേട്ടോ. ഞാൻ സാധാരണ കണ്ടിരുന്നത് നമ്മുടെ ഫോർമലായിട്ട് നമ്മൾ ഇരിക്കണു. അപ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് ഒന്ന് തൊട്ടില്ല എന്ന മാതിരി നമ്മൾ മഞ്ഞൾ പുരട്ടണു. അതൊക്കെയാണ് ഞാൻ ഹൽദി ഫംഗ്ഷന് കണ്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഹൽദി ഫംഗ്ഷൻ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതല്ല, ഞാൻ ചേട്ടന് കുറച്ചും കൂടി ഒട്ടും കുറയില്ല. അങ്ങനെ കണ്ണിലും മൂക്കിലും എല്ലായിടത്തും ചന്ദനം തേച്ച് ഞങ്ങൾ ഒരു വിധാക്കിയിട്ടുണ്ട് അവനെ. അമ്മ ഫേഷ്യൽ എല്ലാവരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള മഞ്ഞൾ ഹൽദിക്ക് ശേഷം എല്ലാവരും കൂട്ടത്തോടെ കോരി ഒഴിക്കണ ചടങ്ങാണ് അടുത്തത്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും നന്നായിരുന്നു. ഞങ്ങൾക്കൊക്കെ നല്ലതായിട്ട് തോന്നി. അവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്തത് അവർക്കറിയുള്ളൂ. പക്ഷേ നല്ല ഫങ്ഷനായിരുന്നു. ഫോർമലായിട്ടുള്ള സീറ്റ്സൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് ഫുഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ഈ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞങ്ങൾ കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ കുറച്ച് ഇരുട്ടായ കാരണം ഞങ്ങൾക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇതേമാതിരി ഹൽദി ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് അവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഹൽദി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ടും ഷെയറായിട്ടും കമൻ്റായിട്ടും സബ്സ്ക്രൈബായിട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.